ഹലോ ഫ്രണ്ട്സ്, ഓണം സീരീസിൽ ഇന്ന് നമ്മൾ കാണാൻ വന്ന മത്തനും പയറും വെച്ചിട്ടൊരു അടിപൊളി ഓലനാണ്. ഓലനില്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഒരു കഷ്ണം മത്തങ്ങയും 100 ഗ്രാം വൻപയർ തലേ ദിവസം തന്നെ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചതാണ്. ഒരു ചട്ടിയിലോട്ട് നമുക്ക് കുതിർത്തി വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക് രണ്ടായി കീറിയതും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പയറെല്ലാം വെന്തു വരുമ്പോഴേക്കും മത്തങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കണം. പയർ ഇവിടെ പാതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മത്തൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 4 പച്ചമുളക് കൂടെ കീറിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായി തിള വന്നിട്ടുണ്ട്. ഇത് പാതി വേവായിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. മത്തനും പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ ഞാൻ പയറിലാണ് ഉപ്പിട്ട് കൊടുത്തത്. അതിൽ നന്നായി ഉപ്പുള്ളത് കൊണ്ട് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. മൺചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ തിള കാണുന്നത്. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇത് സേവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും അതൊന്ന് കുറുകി കട്ടിയായി വന്നിട്ടുണ്ടാവും. ഇതാ നമ്മുടെ വളരെ രുചികരമായ ഓലൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഓണത്തിന് ഈ ഓലൻ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഓണം വിഭവമായി വീണ്ടും കാണാം.